ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരഗ്ന, നിങ്ങളുടെ സ്വന്തം മിസ്സാണ്. ഓക്കെ, മക്കളെ എല്ലാവരും നമ്മുടെ മാത്സിലെ ഓരോ ക്വസ്റ്റ്യൻസും തകർത്ത് പഠിക്കുന്നുണ്ടാവും അല്ലേ? അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ തവണയായിട്ട് ശ്രദ്ധിച്ച് കണ്ട ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച് നോക്കി കണ്ടത് എന്നൊക്കെ പറയാൻ കാരണം നിങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇതുവരെ അതെനിക്ക് സോൾവ് ചെയ്യാൻ അറിയില്ല മിസ്സേ, ഇല്ല ഇതുവരെ ഞാനത് ട്രൈ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന തരം ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റി ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഇന്ന് മിസ്സ് വന്നത്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, വേഗം നമ്മളെ ചോദ്യം വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഇല്ലേടാ, നമ്മളെ ക്വസ്റ്റ്യൻ എന്താണ്? രാജുസ് ഫാദേഴ്സ് ഏജ് ഈസ് 5 years മോർ ദാൻ 3 times ഓഫ് രാജുസ് ഏജ്. കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ചോദ്യങ്ങൾ? ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ കുറച്ച് ചൊറ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കും അല്ലേ? എന്തോ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കും, പക്ഷെ സിമ്പിളാണെടാ. ഇത് ഇവിടെ എന്താ നമ്മളോട് പറഞ്ഞേ? രാജുവിൻ്റെ വയസ്സ് അല്ലേ? രാജുവിൻ്റെ വയസ്സ് നമുക്ക് അറിയോ? ഇല്ല അല്ലേ? ഫാദറിൻ്റെ വയസ്സ്, രണ്ടുപേരുടെ ഏജ് തമ്മിലാണ് അവിടെ കമ്പയർ ചെയ്യുന്നത്. ഇപ്പം രാജുവിൻ്റെ വയസ്സിനേക്കാൾ 5 വയസ്സ് കൂടുതലാണ് അച്ഛന്. പക്ഷെ അതിൻ്റെ കൂടെ ഒന്നും കൂടെ ഒരു കാര്യം കൂടെ എക്സ്ട്രാ പറയുന്നുണ്ട്. എന്താ എക്സ്ട്രാ പറയുന്ന കാര്യം? 3 times ഓഫ് രാജുസ് ഏജ് അല്ലേ? രാജുവിൻ്റെ വയസ്സിൻ്റെ 3 ഇരട്ടിയോട് 5 കൂടുതൽ. അപ്പം നമ്മൾ അതിങ്ങനെ എഴുതുക, അത് എഴുതാൻ നമ്മൾ അറിയണം. അപ്പോൾ അത് എഴുതിയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈൻഡ് രാജുസ് ഏജ്. രാജുവിൻ്റെ വയസ്സ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അച്ഛൻ്റെ വയസ്സ് 44 ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കും? ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇങ്ങനത്തെ ചോദ്യങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് കണ്ടിട്ടും ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ചെയ്യുക? നമുക്ക് രാജുവിൻ്റെ വയസ്സ് അറിയില്ലല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാത്ത ഒരാളുടെ ഏജാണ്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഉത്തരത്തെ നമുക്കറിയാത്ത ആളിനെ നമ്മൾ ചുമ്മാ ഒരു വേരിയബിൾ ആയിട്ട് ചൂസ് ചെയ്യാം, ഒരു ലെറ്റർ ആയിട്ട് ചൂസ് ചെയ്യാം. എക്സ് ആക്കിയിട്ടെടുക്കാം, വൈ ആക്കിയിട്ടെടുക്കാം, ABC, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെറ്റർ ആയിട്ട് ചൂസ് ചെയ്യാം. അതിനാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുക. അപ്പം ഞാനിവിടെ നമുക്ക് അറിയാത്തത് കൊണ്ട് രാജുവിൻ്റെ വയസ്സ് ഞാൻ എക്സ് എന്ന് ചൂസ് ചെയ്തു. ഓക്കെ, ഇനി നോക്കിക്കേ, എക്സിൻ്റെ 3 ഇരട്ടിയോടെ അല്ലെ? 3 times. എക്സിൻ്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ എത്രയാ? 2 ഇരട്ടി. ഡബിൾ 2 times എന്ന് പറഞ്ഞാൽ 2x. 3 time എന്ന് പറഞ്ഞാലോ 3x അല്ലേ? അപ്പോൾ ദാ എക്സിൻ്റെ 3 ഇരട്ടി എന്ന് പറഞ്ഞാൽ 3x. 3xനോട് 5 കൂടുതലാണ് അച്ഛൻ്റെ വയസ്സ്. അങ്ങനെയല്ലേടാ പറഞ്ഞത് ഇല്ലേ? അപ്പോൾ 3xനോട് 5 കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 3x + 5. ഇത് നമ്മളൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുത്തതാണ്. ചുമ്മാ നമുക്ക് ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇതാണ് ശരിക്കും അച്ഛൻ്റെ വയസ്സ്. അച്ഛൻ്റെ വയസ്സ് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? 44 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറയുവാണെങ്കിൽ 3x + 5 എന്ന് പറഞ്ഞാൽ 44 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അച്ഛൻ്റെ മാത്രം കാര്യങ്ങളാണ് തന്നത്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാണ്? എക്സിനെയാണ്. എക്സിനെ കണ്ടുപിടിച്ചാലേ, അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ കിട്ടിയാലേ രാജുവിൻ്റെ വയസ്സ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്പേഴ്സിനൊക്കെ ഞാൻ റൈറ്റ് സൈഡിലേക്കും എക്സിന് മാത്രം ലെഫ്റ്റ് സൈഡിലും വെക്കുക. ഇത് നോക്കടാ, ഈ ഈക്വൽ ടുയുടെ ലെഫ്റ്റ് സൈഡാണിത്, റൈറ്റ് സൈഡാണത് അല്ലേ? അപ്പോൾ ഇതാ ഈ നമ്പേഴ്സിനെയൊക്കെ ഞാൻ എന്ത് ചെയ്യും? ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് എക്സ് മാത്രം ഇവിടെ ഒറ്റയ്ക്ക് ആവില്ലേ? അങ്ങനെ എനിക്ക് എക്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ രാജുവിൻ്റെ വയസ്സ് കണ്ടുപിടിക്കാം അല്ലേ? അതാ നോക്കിക്കേ, അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ +5നെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ ആരൊറ്റയ്ക്കായി? 3x ഒറ്റയ്ക്കായി ഇല്ലേ? 44ൻ്റെ അടുത്തേക്ക് +5 അങ്ങോട്ട് പോയാൽ -5 എന്നായിട്ട് മാറും. -5. 44ൽ നിന്ന് 5 കുറച്ചാൽ എത്രയാടാ? 3x = 39 എന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലേ? എനിക്ക് വേണ്ടത് ആരുടെ വാല്യൂവാ? എക്സിൻ്റെ വാല്യൂ ആണ്. എക്സിൻ്റെ ആൻസർ ആണ് കിട്ടേണ്ടത്. അപ്പോൾ എക്സിനെ മാത്രം ഞാൻ ഇവിടെ വെച്ചു. എന്നിട്ട് ഈ 3നെയും കൂടെ ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ. 3 എന്ന് പറഞ്ഞാൽ 3 times പറഞ്ഞാൽ 3 × x. 3 × x. അവിടെ ×3നെ ഞാൻ നേരെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിട്ട് മാറും? 39 നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറും അല്ലേ? /3 എന്നായിട്ട് മാറി. നോക്കട്ടെ, 39 / 3 എന്ന് പറഞ്ഞാൽ എത്രയാണെടാ? 13 ഇല്ലേ? അപ്പം നമുക്ക് അവിടെ എന്ത് കിട്ടി? എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 13 ആണെന്ന് കിട്ടി. ഈ 13 എന്ന് പറഞ്ഞാൽ ആരുടെ വയസ്സാണെടാ? രാജുവിൻ്റെ വയസ്സ് അതല്ലേ എക്സ്? അതാണ് എത്ര എന്ന് കിട്ടിയത്? 13 വയസ്സെന്ന് കിട്ടിയത്. അപ്പോൾ ഈ രീതിയിൽ ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ കണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാത്ത രീതിയിൽ നിങ്ങൾ വിട്ട് കളഞ്ഞതുമായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇപ്പം മാത്രമല്ല നിങ്ങളെ ഭാവിയിലേക്കും. സോ എൻ്റെ മക്കൾ, ബോർഡിൽ ഞാനൊരു ഏജിൻ്റെ ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഏജിൻ്റെ ക്വസ്റ്റ്യനും കൂടെ തന്നിട്ടുണ്ട്.
അതൊന്ന് മക്കൾ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ആൻസർ കിട്ടിയാൽ നിർബന്ധമായിട്ടും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. അപ്പോൾ ആരാണ് ആദ്യം ആൻസർ പറഞ്ഞതെന്ന് നോക്കാമല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് അല്ലെ ഇതേപോലെയുള്ള വെറൈറ്റി ചോദ്യങ്ങളായിട്ട് മിസ് എന്തായാലും ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ, സീ യു.